തേർഡ് ഐ വിസ്പേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുന്നത് 2025 ജൂലൈ മാസം ഏരീസിന് വേണ്ടിയുള്ള ഒരു ജനറൽ റീഡിംഗ് ആണ്. ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ സ്ക്രീനിൻ്റെ സൈഡിൽ ഉള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഏരീസിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. കിട്ടിയിട്ടുള്ള കാർഡുകൾ Wheel of Fortune, 5 of Wands, the Star, 2 of Wands and Page of Swords. ജൂലൈ മാസം തുടങ്ങുന്നത് മുൻ തീരുമാനിക്കപ്പെട്ട ചില മാറ്റങ്ങളും കുറച്ച് അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ടേൺസ്, അതായത് പ്രവചനാതീതമായ ചില അവസരങ്ങളുമായിട്ടാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം നിശ്ചലമായിട്ടല്ലേ ഇരിക്കുന്നത്. നാം റെഡി ആണെങ്കിലും അല്ലെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഒരു വീൽ കറങ്ങുന്നത് പോലെ. ചിലപ്പോൾ അത് സഡൻ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സർപ്രൈസിങ് ആയ ഒരു തടസ്സം, അല്ലെങ്കിൽ ഒരു വേർപിരിയൽ ഒക്കെ ആകാം. ഈ യൂണിവേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കുന്നത്, സ്റ്റിർ ചെയ്യുന്നത്, ഒന്ന് ഷേക്ക് ചെയ്യുന്നത്, ഒന്ന് റീഅലൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഒരു വാതിൽ അടഞ്ഞാൽ അതൊരു റിജക്ഷനായിട്ട് കരുതണ്ട, മറിച്ച് ഒരു റീഡയറക്ഷനാണ്. എവരിത്തിങ് ഈസ് ഫോർ എ ഗുഡ് കോസ് എന്ന് പറയാറില്ലേ, എല്ലാം നല്ലതിനാണ്. അപ്പോൾ നമുക്കിനി ഇതാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു എനർജി പറയുന്നത്. ഇനി നമുക്ക് കരിയർ നോക്കാം എങ്ങനെയാണെന്ന്. 5 ഓഫ് വാൻഡ്സും 2 ഓഫ് വാൻഡ്സുമാണ് നമ്മൾ കരിയറിനായിട്ട് നോക്കുന്നത്. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ടെൻഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാകുന്നത് പോലെ തോന്നും. മറ്റു ചിലർക്ക് നിങ്ങൾ കൂടെയുള്ള ഫെലോ വർക്കേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലാഷ് ആയിട്ട് തോന്നിയേക്കാം. നിങ്ങളൊരു കോൺഫ്ലിക്റ്റ് പ്രോൺ എൻവയോൺമെൻറ്റിലാകുന്നതായിട്ട് തോന്നും. ഇതൊക്കെ വരുന്നത് നിങ്ങളുടെ കോ വർക്കേഴ്സ് നിങ്ങളുടെ ഐഡിയാസിനെ അല്ലെങ്കിൽ പ്ലാൻസിനെയൊക്കെ ചലഞ്ച് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് കുറേ ഐഡിയാസും പ്ലാൻസൊക്കെ കാണും, അത് മറ്റുള്ളവർക്ക് അത് താല്പര്യം കാണില്ല. അപ്പോൾ അതിനെയൊക്കെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിങ്ങനെ നിങ്ങളിങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലോട്ട്, അങ്ങനത്തെ കൂടെയുള്ളവരുമായിട്ടൊരു വാക്ക് തർക്കത്തിലോട്ടൊക്കെ ഇടപെടുന്നത്. അപ്പോൾ 2 ഓഫ് വാൻഡ്സ് പറയുന്നത് ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് നിങ്ങളുടെ പ്ലാൻസ് നടപ്പാക്കുക. കാര്യം നിങ്ങൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ചിലർക്ക് അത് ഒരു ന്യൂ റോളായിട്ടായിരിക്കും പ്ലാൻസൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു പുതിയ റോളായിരിക്കും, ചിലപ്പോൾ ഒരു ലീഡർഷിപ്പായിരിക്കും, ചിലപ്പോൾ ഒരു വർക്കിൻ്റെ ഒരു എക്സ്പാൻഷൻ, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ജോലി ഓഫറൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ ഈ ചെറിയ കോൺഫ്ലിക്റ്റിലൊന്നും ഉടക്കി കിടക്കാതെ നിങ്ങളുടെ വിഷനിൽ ഫോക്കസ് ചെയ്യുക. ഈ കോൺഫ്ലിക്റ്റ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനകത്തൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ എന്താണോ ഡിസൈഡ് ചെയ്ത് ആ കാര്യത്തിലേക്ക് പോവുക. ഇതാണ് ഒരു കരിയർ ഗൈഡൻസ് ഉള്ളതാണ്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഫിനാൻസിലോട്ട് പോകാം. ഫിനാൻസിൽ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ മാസം അവോയ്ഡ് ചെയ്യുക. ധനപരമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നോ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിൽ നിന്നോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ അതിന് വളരെ സമാധാനപരമായിട്ടൊരു നെഗോസിയേഷൻ ആവശ്യമായിട്ട് വരും. ചിലർക്ക് ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്കൊരു പെട്ടെന്നുള്ള ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിരിക്കും. രണ്ടും വരാൻ സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിച്ച് ഒന്നും ചെയ്യരുത്. പകരം പ്ലാനിങ്ങിലൂടെയും മുൻകരുതലിലൂടെയും ഫിനാൻസ് സ്റ്റെബിലൈസ് ചെയ്യുക. അപ്പോൾ ഒരു ഫിനാൻസിനെ പറ്റിയുള്ളൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇമ്പൾസീവ് സ്പെൻഡിങ് അവോയ്ഡ് ചെയ്യുക. ഇമ്പൾസീവ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയോ നമ്മുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനോ ഒക്കെ നടത്തുന്നതാണ് ഇമ്പൾസീവ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. സമ്മർദ്ദത്തിന് വഴങ്ങിയോ ആരെങ്കിലും നമ്മളെ കമ്പൽ ചെയ്ത് കുറച്ച് അൺനെസസറി ഒരു എക്സ്പെൻഡിച്ചർ നടത്താനായിട്ട്, അല്ലെങ്കിൽ
ഒരാൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് കണ്ടിട്ട് നമുക്കും അതുപോലെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണം, ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇമ്പൾസീവ് സ്പെൻഡിങ് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഒരു സേവിങ് പ്ലാൻ അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ഒക്കെ തുടങ്ങുന്നതിന് നല്ലൊരു സമയമാണ്. പിന്നെ ഡോണ്ട് ഗാമ്പിൾ വിത്ത് മണി എന്നാണ് പറയുന്നത്. അതായത് അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ, പണം പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. അതായത് പന്തയം വെക്കുക, പിന്നെ ചൂതാട്ടം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകരുത്. ഇനി അടുത്ത ഹെൽത്ത് ജൂലൈയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹെൽത്തിന് ഇപ്പോൾ ഒരു ഹീലിംഗ് ഫേസിലാണ് ഈ ജൂലൈയിൽ. അപ്പോൾ അത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി. സ്റ്റാർ കാർഡ് പറയുന്നത് അതാണ്. അതൊരു പോസിറ്റീവ് സൈനാണ്. ഈ മാസം ഒരു റിക്കവറി അല്ലെങ്കിൽ റീജുവനേഷൻ്റെയൊക്കെ ഒരു സമയമാണ്. ഫൈവ് ഓഫ് ഫാൻസ് പറയുന്നത് ചിലർക്ക് ഒരു ഇന്നർ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ വെറുതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിനെ ഒരു ബാറ്റിൽ ഫീൽഡ് ആക്കും. അപ്പോൾ അതിനായിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക, സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യുക. അതിനെന്താണ് ചെയ്യേണ്ടത്? ചില ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്യാം, യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യാം. പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക. ഇനി അടുത്ത റിലേഷൻഷിപ്പിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ജൂലൈ മാസം റിലേഷൻഷിപ്പിൽ ഒരു ക്യൂറിയസ്, കോഷ്യസ് ആൻഡ് ടെൻസ് ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒരു സർവിലൻസിൽ, ഒബ്സർവേഷൻ മോഡിൽ നിങ്ങളെ വെച്ചേക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് വരുന്നു, എന്ത് പോകുന്നു, എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എവിടെ പോയി, എന്തിനു പോയി, എപ്പോൾ പോയി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിനെ സംയമനത്തോടെ നേരിടുക. ഒരു റിയാക്റ്റീവ് ആവുന്നൊന്ന് ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നല്ല മനസ്സ് തുറന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു നല്ലൊരു മനസ്സ് തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിംഗിളാണെങ്കിൽ യോജിച്ച തരത്തിലുള്ള ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ സെലക്റ്റീവായിട്ടിരിക്കണം. അതായത് എല്ലാ താല്പര്യങ്ങളും ആത്മാർത്ഥതയോടെ ആവണമെന്നില്ല. നമ്മൾ ഈ കാർഡ്സിൻ്റെ എല്ലാം കൂടെ ഒരു സമ്മറി ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ, വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ജീവിതത്തിൽ കൊണ്ടുവരുന്നു. നമ്മൾ നേരത്തെ വായിച്ച അതെല്ലാം കൂടെ ഒന്ന് നിങ്ങൾ റീതിങ്ക് ചെയ്തോളണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡിൻ്റെ മീനിങ് മനസ്സിലാവും. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് കൊണ്ടുവരുന്നു. അത് ഒരു ഹിഡൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കൊണ്ടുവരും. പിന്നെ ഫൈവ് ഓഫ് ഫാൻസ് ചില കോൺഫ്ലിക്റ്റ്, തർക്കങ്ങൾ തൊഴിൽ മേഖലയിലൊക്കെ ഉള്ള, അതുപോലെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ആപ്ലിക്കബിളായിട്ടുള്ള എടുത്തോളണം ഇത്. അപ്പം ഫൈവ് ഓഫ് ഫാൻസ് ഒരു കോൺഫ്ലിക്റ്റും തർക്കവും ഒക്കെ ഉണ്ടാക്കുന്നു. അത് പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ചില തർക്കങ്ങൾ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളെ വളർച്ചയ്ക്ക് കാരണമായിട്ട് തീരും. സ്റ്റാർ കാർഡ് ഒരു ഹോപ്പും സ്പിരിച്വൽ റിന്യൂവലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള അതൊക്കെയാണ് ഹീലിംഗ് ഒക്കെയാണ് കൊണ്ടുവരുന്നത്. അതായത് ഇമോഷണലായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ഒരു ഹീലിംഗുമാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ടു ഓഫ് ഹാൻഡ്സ് ഭാവിയിലേക്കുള്ള ഒരു കരുതൽ, നമ്മൾ ഫിനാൻസിൻ്റെയൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഫ്യൂച്ചർ പ്ലാനിങ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. സംതിങ് ബിഗർ ആയിട്ടുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുക, ചെയ്യുക. അടുത്തത് പേജ് ഓഫ് ഹാൻഡ്സ് കമ്മ്യൂണിക്കേഷനും ഒബ്സർവേഷനൊക്കെയാണ്. അപ്പം നമ്മൾ വാക്കുകളൊക്കെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഈ മാസം ഒന്ന് മനസ്സിൽ പറയേണ്ട കാര്യം, മാറ്റങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, മാനസിക സംഘർഷങ്ങളെ വിട്ടുകളയുന്നു, അടുത്ത എന്താണോ അതിനായിട്ട് എന്നെ തന്നെ തയ്യാറാക്കി നിർത്തുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറണം. ഇപ്പോൾ ഈ റീഡിങ്സ് ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ ഇത്രയും പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഫ്യൂച്ചറൊന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സൊക്കെ വരുമ്പോൾ നമ്മളതൊന്ന് മനസ്സിൽ വെച്ചുകൊള്ളണം, എങ്ങനെയൊക്കെ വരാൻ പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ റീഡിങ്ങുകളെല്ലാം അതിനൊക്കെ വേണ്ടിയുള്ളതാണ്. ഫ്യൂച്ചർ കണ്ടിട്ട് ഇങ്ങനെ പോസിബിലിറ്റീസ്, നെഗറ്റീവ്സിൻ്റെ ഇതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മളതിനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനാണ് നമ്മൾ ഈ
എല്ലാ റീഡിങ്സും കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജൂലൈ മാസം ആശംസിക്കുന്നു. അടുത്ത റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പേഴ്സണൽ റീഡിങ്ങിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.